ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ ഹിന്ദിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഒരാളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ ബേസിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, വിഭക്തി പ്രത്യയം എന്താ എന്നുള്ളത് അല്ലേ. ഒന്നുമില്ല, നമ്മുടെ സെൻറ്റൻസുകളിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണ് ഓരോ ഭാഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വിഭക്തി പ്രത്യയങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ ആകെ ഇത് ഇത്ര വിഭക്തി പ്രത്യയങ്ങളേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ വിഭക്തി പ്രത്യയങ്ങൾ ഓരോ കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദിയിൽ സ്വന്തമായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് പഠിക്കുന്നത് അല്ലേ. അതിൽ സേ എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ദേ ഫുൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കൃത്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ മിസ്, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മാതൃഭാഷയിൽ എന്ത് ചെയ്യാൻ നോക്കുക, നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, നമ്മുടെ ഹിന്ദിയിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാതൃഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് എഴുതാൻ പറ്റും. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടിൻ്റെയും മലയാളത്തിൻ്റെയും നമ്മുടെ ഹിന്ദിയുടെയും സ്ട്രക്ചർ ഏകദേശം ഒരു സെയിം രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ തന്നെയാണ് നോക്കേണ്ടത്. പക്ഷേ വേണമെങ്കിൽ ഈ മൂന്നാളുകളെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ ആലോചിച്ച് വെച്ചാലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൂന്നാളുകളെയാണ്. എന്തൊക്കെയാണ്? മേ, പർ, കെ, ലിയെ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയം നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് എന്തറിയാം, ഇത് അറിയുന്നുണ്ടാവും, മേ, പർ, കെ, ലിയെ എന്ന് നിങ്ങൾ ഉപയോഗിച്ച് പോകുന്നുണ്ടാവും. പക്ഷേ അതിൽ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ടാവും. അതാണ് ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് പോകാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, യെസ്, മേ, പർ, കെ, ലിയെ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മക്കൾക്ക് പണ്ട് മുതലേ അറിയാം അല്ലേ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് പറയുന്നത്. നോക്കിക്കേ, മേ അല്ലേ. മേ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇൽ എന്ന് പറയാം അല്ലേ. ഭൂമിയിൽ നമ്മൾ ഇൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഭൂമിയിൽ, സൈലത്തിൽ, എന്താണ് ആകാശത്തിൽ, നദിയിൽ ഇൽ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഹിന്ദിയിൽ ഇൽ എന്ന് പറയുന്നതിന് രണ്ട് വാക്കുകൾ, രണ്ട് അക്ഷരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, മേ എന്നും ഉപയോഗിക്കാറുണ്ട്, പർ എന്നും ഉപയോഗിക്കാറുണ്ട്. രണ്ടും ഇല്ലാണ്, ഇൽ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ രണ്ടും എന്താണ്, ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ആദ്യം നമുക്ക് മലയാളത്തിൽ പറയാം. നോക്കിക്കേ, ഇൽ എന്നുള്ളതിന് എക്സാമ്പിൾ മക്കൾ നോക്കുക. വെള്ളത്തിൽ എന്ന് എനിക്ക് പറയണം. വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. ഇത് ആലോചിക്കുന്നത് നമ്മുടെ ലോജിക്കാണ് കേട്ടോ. ഇത് ഉള്ളിലാണോ മുകളിലാണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. വെള്ളത്തിൻ്റെ മുകളിലൂടെ എന്നല്ല പറയുന്നത്, വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ നോക്കണേ, ഉള്ളിലുള്ള കാര്യമാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം, പാനി മേ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, യെസ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻ ദ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇൻ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഇൻ ദ വാട്ടർ എന്നാണ് പറയുന്നത് അല്ലേ. ഇൻ ദ വാട്ടർ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, പാനി മേ എന്നുപയോഗിക്കാം. ഉള്ളിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സെറ്റാണ്. ഇനി നോക്കാം, മുകളിലുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പറയാം ടേബിളിൻ്റെ മുകളിൽ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് മുകളിൽ എന്ന് പറയണമെങ്കിൽ പർ എന്ന് പറയുന്ന വാക്കാണ്. പർ എന്ന് പറയുന്ന ഹിന്ദി വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, മേസ് പർ എന്നാണ് പറയുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഉള്ളിലല്ല പുറത്തുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഓൺ ദ ടേബിൾ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക അല്ലേ. ഓൺ ദ ടേബിൾ എന്നാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പം ഓൺ ദ, ഇൻ ദ എന്നുള്ള ആ ഒരു വ്യത്യാസമാണ് എന്ത്, മേയും പറും തമ്മിലുള്ളത് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറയേണ്ട ഒരു കാര്യം മിസ്സിൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ മേശയ്ക്ക് മുകളിൽ കോക്രോച്ച് ഉണ്ട് എന്നുള്ളതിന് നിങ്ങൾ ആലോചിക്കുക, കോക്രോച്ച് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, മേശയുടെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും, നോക്കിക്കേ, നമ്മൾ മേ എന്ന് പറയുന്നതാണ് ഉപയോഗിക്കുക അല്ലേ. ഒരു എക്സാമ്പിൾ വെച്ച് മിസ് പറയാം. നോക്കിക്കേ, മേസിപ്പർ ആരുണ്ട്, മേസിപ്പർ. നമ്മൾ കോക്രോച്ചിന് ഹിന്ദിയിൽ തിൽ ചട്ട എന്നാണ് പറയുക കേട്ടോ. നോക്കിക്കേ, തിൽ ചട്ട എന്നാണ് പറയാറ്, തിൽ ചട്ട ഹേ എന്നാണ് പറയുക. ഓക്കെ, കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കട്ടോ, പക്ഷെ നമ്മുടെ കോക്രോച്ച് ഉണ്ടല്ലോ മേശയുടെ മുകളിലല്ല ഉള്ളത്, ഒരു ഷൂസിൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഇത് ഷൂസാണെന്നൊക്കെ മക്കൾ വിചാരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോക്രോച്ച് എവിടെയുള്ളത്, ഷൂസിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക കേട്ടോ. കോക്രോച്ച് ഉള്ളത്, ഇത് കോക്രോച്ചാണേ. അപ്പോൾ കോക്രോച്ച് ഷൂസിൻ്റെ ഉള്ളിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ എന്താണ് ഷൂസിൻ്റെ ഉള്ളിൽ എന്നൊന്നും പറയത്തില്ല അല്ലേ. നമ്മൾ എന്താണ്, കോക്രോച്ച് ഇസ് ഇൻ ദ എന്നേ നമ്മൾ പറയുള്ളൂ, ഇൻ ദ
എന്താണ് ഇൻ ദ ജൂത്തെ അല്ലേ, ഇൻ ദ ഷൂ എന്ന് നമ്മൾ പറയത്തുള്ളൂ അല്ലേ. കോക്രോച്ച് ഈസ് ഇൻ ദ ഷൂ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഇൻ ദ എന്ന് പറയുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? മേ ആണോ പറാണോ, മേ ആണോ പറാണോ എന്ന് ആലോചിച്ച് നിൽക്കരുത്. എന്താണ്, ഉള്ളിലാണ് ഇൻ ദ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ മേ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ, നോക്കിക്കേ, നമ്മൾ ഉപയോഗിക്കുന്നത് ജൂത്തയാണ് അല്ലേ. ഷൂസിന് നമ്മൾ എന്താ പറയുക, ജൂത്തെ എന്ന് പറയും. ജൂത്തേ മേ ആരുണ്ട്, തിൽ ചട്ടാഹെ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മേയും പറും തമ്മിലുള്ള വ്യത്യാസം മക്കൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഈ മേയും പറും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഈ മേയും പറും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഏറ്റവും ഈസി ഉള്ള ഒരാളാണ്, അത് നമുക്ക് എപ്പോഴും ചെറുതാവുമ്പോൾ മുതലേ അറിയുന്ന ഒരാളാണ് കേലിയെ. കേലിയെ നോക്കിക്കേ, അവൾക്ക് വേണ്ടി എന്ന് നമ്മൾ പറയുകയാണ്. അവന് വേണ്ടി, കുട്ടൂസിന് വേണ്ടി, മിന്നുവിന് വേണ്ടി, ഇനി വേറെന്തിനെങ്കിലും വേണ്ടി, വേണ്ടി എന്നുള്ള അർത്ഥം അല്ലേ, ഫോർ എന്നുള്ള അർത്ഥം അല്ലേ. ആ ഫോർ എന്നുള്ള അർത്ഥമാണ് എന്തെന്ന് പറയുന്നത്, കേലിയെ എന്ന് പറയുന്നത്. യെസ്, കുട്ടൂസൻ കേലിയെ. പിന്നെന്താണ്, മേരെ ലിയെ, എനിക്ക് വേണ്ടി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കേലിയെ ഉപയോഗിക്കാം. അത് അറിയുന്ന ഒരു സംഭവമാണ്. ഇത് വിഭക്തി പ്രത്യയ എന്നുള്ള അത് ആലോചിക്കുക, നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, മേ പർ കേലിയെ, ഇങ്ങനെ 3 ആൾക്കാരെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ആൾക്കാരാണ്. മേയും പറും തമ്മിലുള്ള വ്യത്യാസം ആലോചിക്കുക. ഒന്ന് ഇൻത ആണ്, ഒന്ന് ഓൺതയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓൺത എന്ന് പറയുന്നത് പറാണ്, മുകളിൽ എന്ന് പറയുന്നതിന് നമ്മൾ പറ ഉപയോഗിക്കും. ഉള്ളിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, മേ ഉപയോഗിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഇതേപോലുള്ള വിഭക്തി പ്രത്യയങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ബാക്കിയുള്ള വിഭക്തി പ്രത്യയങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ബേസിക്സ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് പോകുന്നത്. പാർട്ട് 3 വരുന്നതായിരിക്കും. ബൈ ബൈ.